നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇല്ല, നീ വരാൻ നോക്കിയിരിക്കായിരുന്നു. കഴിക്കാനെടുത്ത് വെക്കട്ടെ? എനിക്കൊന്നും വേണ്ട, അമ്മ കഴിച്ചോ. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. എന്താ ഇത്ര വലിയ ആലോചന? കിടക്കാറായില്ലേ? ഏയ്, എന്താ പതിവില്ലാത്തൊരു അന്വേഷണമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നേ? കുറച്ചു നാളായിട്ട് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കാറില്ലല്ലോ. ഓ, തിരിച്ചും ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ ശത്രുവായിട്ട് കാണുന്നവരെ നമ്മൾ എന്തിനാ സ്നേഹിക്കാൻ പോകുന്നേ? അത് ശരിയാ. ശത്രുവിനെ ശത്രുവായും മിത്രത്തെ മിത്രമായും കാണാൻ പഠിക്കണം. അല്ല, ഈ ശത്രുവിനോട് എന്താ നീ വീണ്ടും മിണ്ടാമെന്നേ? അത്താഴം പോലും ശരിക്കും കഴിച്ചില്ല. അപ്പോഴും എന്തോ വലിയ ആലോചനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചതാ. ഒരായുസ് മുഴുവൻ ഒരുമിച്ച് ജീവിക്കാവുന്ന പ്രതീക്ഷയോടെയാ പലരും ലൈഫ് തുടങ്ങുന്നേ. പക്ഷെ ചിലരുടെ ജീവിതം വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത്. പരസ്പരം സ്നേഹവും വിശ്വാസവും ഇല്ലാത്തവരുടെ ജീവിതമാ പാതി വഴിയിൽ അസ്തമിച്ചു പോകുന്നേ. സ്നേഹത്തിലും വിശ്വാസത്തിലും തുടങ്ങുന്ന ജീവിതത്തിൽ നിന്ന് ഇത് രണ്ടും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് മൂന്നാമതൊരാളുടെ ഇടപെടല് ആ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ്. അല്ലെന്ന് ഹർഷയ്ക്ക് പറയാൻ പറ്റുമോ? ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് അവർ തന്നെ പരിഹരിക്കണം. അപ്പോൾ മാത്രം സ്നേഹത്തിലും വിശ്വാസത്തിലും ഒക്കെ കെട്ടുറപ്പുണ്ടാവുന്നേ. അവിടേക്ക് മറ്റൊരാൾ കടന്നു വരാൻ അനുവദിച്ചാൽ അതോടെ എല്ലാം തകരും.